പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ എളിയദാസനെ അനുവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിടത്ത് കർത്താവായ ഈശോയ്ക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് നമ്മുടെ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധേയമായ ഒരു ദൈവിക അത്ഭുതമാണ് നമ്മൾ വിളക്കന്നൂർ കണ്ടത്. വിളക്കന്നൂർ ഇന്ന് അതിൻ്റെ ഒരു ആഘോഷ ദിവസവും ഒരു പ്രാർത്ഥനാ ദിനവുമൊക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുകയായിരുന്നു. അവിടുത്തെ ചടങ്ങുകളൊക്കെ നമ്മൾ ദൂരദേശങ്ങളിലിരുന്ന് എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ളവർ കാണുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആഘോഷങ്ങളും അതിനോടനുബന്ധിച്ചുള്ള ആരാധനകളും പ്രാർത്ഥനകളും ഒക്കെ നല്ലത് തന്നെ. കാരണം ഇത് നമ്മുടെ സഭയിൽ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ, വിശുദ്ധിക്ക് കുറവ് വരുമ്പോൾ, നമ്മുടെ ജ്ഞാനത്തിൽ അതിൻ്റെ ക്രമീകരണങ്ങൾ സൃഷ്ടിക്കപ്പെടാതെ വരുമ്പോൾ, ജ്ഞാനം ആർജിക്കാൻ പറ്റാതെ വരുമ്പോൾ, അബദ്ധ ചിന്തകൾ നമ്മൾ കയറിക്കൂടുമ്പോൾ, സഭയുടെ വിശ്വാസത്തിനും വിശുദ്ധിക്കും കളങ്കം തട്ടുമ്പോൾ, അങ്ങനെ നമ്മുടെ സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം തൻ്റെ കൗദാശിക തലങ്ങളിൽ കൂടെ തൻ്റെ സഭയെ നയിക്കുവാൻ, ജനത്തെ നയിക്കുവാൻ, വിശ്വാസികളെ മുന്നോട്ട് കൊണ്ടുപോകാൻ, വിശുദ്ധിയിൽ ഉറച്ചു നിൽക്കുവാൻ, പരിശുദ്ധാത്മ ജ്ഞാനം ആർജിക്കുവാൻ ഒക്കെ കർത്താവ് അത്ഭുതങ്ങൾ കാലാകാലങ്ങളിൽ പ്രവർത്തിക്കും. നമ്മുടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും 140ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് സഭ ഔദ്യോഗികമായിട്ട് പറയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കപ്പുറം വാണിയപ്പാറ നിതിൻ എന്ന് പറയുന്ന സഹോദരൻ്റെ ഭവനത്തിൽ ഞാൻ നേരിട്ട് പോയി കാണുകയും ചെയ്തതാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടി പോയെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ ധാരാളം തിരുവോസ്തികൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് ഡിഷിനകത്ത് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അത് അന്തരീക്ഷത്തിൽ വന്ന് കിടക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അവരുണ്ടാക്കി കൊണ്ടു വെച്ചൊന്നുമല്ല, അതിങ്ങനെ അന്തരീക്ഷത്തിൽ വന്ന് പിടപെടാന്ന് പറഞ്ഞ് വീഴുവാണ്. അതൊരു അത്ഭുതമാണ്. അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് മനുഷ്യർ ഓടിക്കൂടി ധാരാളം ആളുകൾ കണ്ടു. അതുപോലെ ഒരുപാട് തേന് മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് ഒഴുകി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ വായിലേക്ക് തിരുവോസ്തി അന്തരീക്ഷത്തിൽ കൂടെ പറന്നു വന്ന് വായിലേക്ക് വരുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ നമ്മളറിയാം, ഏകദേശം കുറേ വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ചിക്കോട്ട് റാണി എന്ന സഹോദരിയുടെ നാവിൽ അത് തിരുശരീരവും തിരുരക്തവുമായിട്ട് രൂപാന്തരപ്പെട്ടത് ഫോട്ടോയിൽ കൂടെ കാണുകയും ഒക്കെ ധാരാളം ആളുകൾ കാണുകയും ചെയ്തു. ഇങ്ങനെ അതുപോലെ ബളാലിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുകയും അവിടെ മാതാവിൻ്റെ രൂപത്തിൽ നിന്ന് എണ്ണ വരികയും ഒക്കെ കാണുക ഒത്തിരി ആൾക്കാർ, ധാരാളം ആളുകൾ അവിടെ പോവുകയും കാണുകയും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആത്മാകൊണ്ടും തൊട്ടും കണ്ടും കേട്ടും സ്പർശിച്ചും ദൈവിക സാന്നിധ്യത്തെ, ദൈവിക മഹത്വത്തെ, ദൈവത്തിൻ്റെ ഇടപെടലുകളെ നേരിട്ട് കണ്ടവരാണ് നമ്മൾ ക്രിസ്ത്യാനികൾ. അത് വിജാതിയിൽ കണ്ടിട്ടുണ്ട്. അവർക്കതിനകത്ത് പരാതിയോ വിഷമമൊന്നുമില്ല. അവർ ചിന്തിക്കും, ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ സംഭവിച്ച അത്ഭുതമാണ്, അവർ വിശ്വസിക്കട്ടെ എന്ന് പറയും. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, ഇത് എല്ലാം നമ്മൾ കണ്ടിട്ടും എന്തുകൊണ്ടാണ് എന്നിൽ അഥവാ നമ്മിൽ, സഭയിൽ, വിശ്വാസികളിൽ വലിയൊരു വിശ്വാസത്തിൻ്റെ രൂപാന്തരീകരണം, വലിയൊരു വിടുതൽ, അല്ലെങ്കിൽ വലിയൊരു പാപവിമോചനം, അല്ലെങ്കിൽ വലിയൊരു ആത്മീയ അഭിഷേകം, അതൊന്നുമല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള ഒരു ഒരുക്കം, ആ ഒരുക്കത്തിന് വേണ്ടി വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി എന്തുകൊണ്ട് സഭ ഒരുങ്ങുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നില്ല, നമ്മൾ വെളിപാട് ഗ്രന്ഥത്തെ ആസ്പദമാക്കി നമ്മൾ വളരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ധാരാളം ദിവ്യകാരുണ്യ പ്രദർശനങ്ങളും അതിൻ്റെ പ്രതിഷ്ഠാ ചടങ്ങുകളൊക്കെ ഇന്ന് ധാരാളം കൺകുളിർക്ക് കണ്ടു. ധാരാളം ആളുകൾ, അതിൻ്റെ 23,000ഓളം ആളുകൾ അവിടെ ഉള്ളതായിട്ട് റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കാനുള്ളത്, തിരുമുഖ നൊവേനകളൊക്കെ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഒരാഴ്ച തിരുമുഖ നൊവേന ആരംഭിച്ചു കഴിഞ്ഞു. അവിടുത്തെ പ്രാർത്ഥനകളൊക്കെ കേട്ടാൽ അറിയാം. ഇനി നമുക്ക് തിരുമുഖ ദേവാലയ, തിരുമുഖ തൂവാലുകൾ, തിരുമുഖ കൊന്തകൾ, തിരുമുഖ പട്ടൻസുകൾ, തിരുമുഖ അച്ചാറുകൾ, തിരുമുഖ ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തിരുമുഖ ഫ്രഞ്ച് ഭാഷാ പഠനം, തിരുമുഖ ജർമ്മൻ ഭാഷാ പഠനം, തിരുമുഖ കൊട്ട നിർമ്മാണം, തിരുമുഖ ചെരുപ്പ് നിർമ്മാണം, തിരുമുഖ യൂണിഫോം നിർമ്മാണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുമുഖ അരവണപ്പായസം, തിരുമുഖ അച്ചാറുണ്ടാക്കൽ, ഇതൊക്കെ ഇനി നമുക്കവിടെ ആരംഭിക്കാം. കാരണം നമുക്കിനി ആവശ്യമുള്ളത് പണമാണ്. ഇതിൻ്റെയൊക്കെ പിന്നാലെ കോടാനുകോടി രൂപ ഇങ്ങോട്ട് വരും.
ആ വരുന്ന പണമെല്ലാം നമുക്ക് അക്കാദമികൾ ഉണ്ടാക്കാനും ഇതുപോലെ ധാരാളമായിട്ട് പണം, കാറ് വാങ്ങാനും വീട് വെക്കാനും ഒക്കെ ഈ അന്ത്യ കാലഘട്ടത്തിൽ നമുക്ക് വേണം. കാരണം തീരാൻ പോകില്ല, ലോകം തീരാൻ പോവുകയാണ്. അപ്പോൾ തീരാൻ പോകുന്നതിന് മുമ്പ് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു 2 നില വാർക്ക് വീടും, എങ്ങനെയെങ്കിലും ഒരു 50 ലക്ഷം രൂപയുടെ കാറും, എങ്ങനെയെങ്കിലും ഒരു കാനഡയിൽ എത്തിപ്പെടലും, ഒരു അമേരിക്കയിൽ എത്തിപ്പെടലും നമുക്ക് ആവശ്യമാണ്. അതിനുള്ള യൂണിവേഴ്സിറ്റികൾ വേണം, അക്കാദമി. നമുക്ക് തിരുമുഖ യൂണിവേഴ്സിറ്റി തുടങ്ങണം, തിരുമുഖ അക്കാദമികൾ നമുക്ക് തുടങ്ങണം. അങ്ങനെ തിരുമുഖ അച്ചാർ ഫാക്ടറികൾ തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് അദാനി ഗ്രൂപ്പിനെയും ഒക്കെ നമുക്ക് കൊണ്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെളക്കണ്ണൂർ പള്ളിയുടെ മുറ്റത്തോ പരിസരത്തോ ഒരു 10-100 ഏക്കർ സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഫാക്ടറികൾ നമുക്ക് ഇവിടെ വരും. അപ്പോൾ നമുക്ക് കോടാനുകോടി പണം ഇവിടെ വരും, ഇഷ്ടം പോലെ പണം. കർത്താവ് എന്ത് അത്ഭുതം കാണിച്ചാലും നമുക്കത് പണമായിട്ട് മാറ്റണം. കാരണം ഇന്ന് അവിടുത്തെ പ്രദർശനം ഞാൻ ശ്രദ്ധിച്ചപ്പോൾ കാണുകയാണെങ്കിൽ ഒരുപാട് യൂണിഫോമുകൾ, ഒരുപാട് കുട്ടികളുടെ തലയിൽ ഇങ്ങനെ മുടി പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇനി അതിനുള്ള പൈസ എല്ലാം വേണ്ടേ? ഇതിനെല്ലാം പണം എവിടുന്ന് ഉണ്ടാവുക? പണത്തിനൊരു പഞ്ഞുമില്ല പ്രിയപ്പെട്ടവരെ. ഇനി ചാക്ക് പിടിച്ചാൽ മതി. അവിടെ ചാക്കിനകത്ത് വാരി നമുക്ക് പണം വണ്ടികളിൽ ലോഡ് ചെയ്ത് നമുക്ക് കൊണ്ടാനുള്ള പണം അവിടെ വരും. കാരണം തിരുമുഖം പ്രത്യക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തിരുമുഖം പരിഹരിക്കും. തിരുമുഖം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് നമ്മളെ. ആ തിരുമുഖത്തിന് മുമ്പിലേക്ക് ചെല്ലുന്ന വ്യക്തികളെ തിരുമുഖം അത്ഭുതത്തിലൂടെ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇനി നിങ്ങൾ നോക്കിക്കോ. ഇനി അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? വിവാഹ തകർച്ച നടന്ന് ഡൈവേഴ്സ് ചെയ്ത ദമ്പതികൾ തിരുമുഖത്തെ പോയി നോക്കി നിന്നാൽ മതി. അപ്പോൾ ഡൈവേഴ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് അവർ സ്നേഹത്തിലൊന്നിക്കും. നമുക്ക് അതിന് തിരുമുഖം നോക്കിയിരിപ്പുണ്ടല്ലോ. യേശുവാണെങ്കിൽ നോക്കിയിരിക്കുന്നത്. യേശുവിൻ്റെ മുഖം നേരിട്ട് നോക്കിയാണ് നമ്മളെ. പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലൂടെ അല്ലെങ്കിൽ കൂദാശയിലൂടെ കർത്താവിൻ്റെ തിരുമുഖം ഒരു മനുഷ്യനെ നേരിട്ട് നോക്കിയിരിക്കുന്നതൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ്. ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് ആവശ്യമില്ല. അത്രമാത്രം അത്ഭുതം ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് നമുക്കുള്ള നേട്ടം എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് എൻ്റെ മദ്യപാനത്തെ ഇനിയിപ്പോൾ ഈ തിരുമുഖം വന്ന് കണ്ടേച്ചു പോയ അവിടെയുള്ള അച്ഛന്മാർ, കന്യാസ്ത്രീകൾ, ഒരുപാട് കന്യാസ്ത്രീകളെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഫോട്ടോയിൽ കൂടെ ഞാൻ കണ്ടു, വീഡിയോ കണ്ടു. ഒരുപാട് കന്യാസ്ത്രീകൾ, ഒരുപാട് അച്ഛന്മാർ, ഒരുപാട് ജനങ്ങൾ. അതുകൊണ്ട് ഇനി അടുത്ത ഓണാഘോഷം നമുക്ക് വേണ്ട, നമുക്ക് തിരുമുഖ ആരാധന മതി. ആരും ഇനി ഓണം ആഘോഷിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം നമുക്ക് തിരുമുഖത്തെ ആരാധിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഓണാഘോഷം വെക്കണ്ടേ? അതിൻ്റെ കൈകൊട്ടിപ്പാട്ടും അരമനപ്പാട്ടും ആ പാട്ടും അരമണ പായസങ്ങളും ആ പൂച്ചെടി പൂക്കൂടലും നമുക്ക് ആവശ്യമില്ലല്ലോ. നമുക്കിനി യേശുവിൻ്റെ മുമ്പിൽ വന്നാൽ പോരെ, തിരുമുഖം നോക്കിയിരിപ്പുണ്ടല്ലോ. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എറണാകുളം അങ്കമാലി രൂപതയിലുള്ള 2 വിഭാഗം അച്ഛന്മാരെയോ അതിൻ്റെ മെത്രാന്മാരെയും വിളിച്ച് ഈ തിരുമുഖത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക, വിളക്കന്നൂരിലേക്ക് കൊണ്ടുവരിക. 2 കൂട്ടരും തിരുമുഖത്തിന് മുമ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യുക. കാരണം കർത്താവിൻ്റെ മധ്യസ്ഥയിലാണ് ചർച്ച നടക്കുന്നത്. അപ്പം തന്നെ പ്രശ്നം പരിഹരിക്കണം. എറണാകുളം അങ്കമാലി രൂപത സ്നേഹത്തിലൊന്നിക്കണം. അങ്ങനെ സ്നേഹത്തിലൊന്നിച്ച് എറണാകുളം അങ്കമാലി രൂപതയിലെ പ്രശ്നം പരിഹരിക്കണം. അതിനാണ് നമുക്കിപ്പോൾ ഇനി മധ്യസ്ഥൻ്റെ ആവശ്യമില്ല, നമുക്കിനി കോടതിയുടെ ആവശ്യമില്ല, പോലീസുകാരുടെ ആവശ്യമില്ല, ഇനി അവിടുത്തെ അടിപിടി ബഹളത്തിൻ്റെ ആവശ്യമില്ല. എല്ലാവരെയും വിളിച്ച് തിരുമുഖത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക, യേശുവിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരിക, വിളക്കൊണ്ടിരുന്ന് ചർച്ച ചെയ്യുക, യേശുവിൻ്റെ മധ്യസ്ഥമാക്കുന്നതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കണം. 2 കുട്ടികളുള്ളവരെല്ലാം ഇനി 10 കുട്ടികൾക്ക് ജന്മം കൊടുക്കണം. കാരണം 2 കുട്ടികൾ നിർത്താൻ പാടില്ല. കാരണം കർത്താവ് വലിയ ശിക്ഷ കർത്താവ് നമുക്ക് തന്നിരിക്കുക. അവനെ 3,25,000 വരുന്ന അവിവാഹിതരെ ചെറുപ്പക്കാർ കത്തോലിക്ക സഭയിലുണ്ടെന്നാണ് ഏകദേശം ഒരു കണക്കറിയാവുന്ന ഒരാൾ പറഞ്ഞത്. അപ്പോൾ ഈ 3,25,000 കുട്ടികളെയും വിളക്കന്നൂരിലെ യേശുവിൻ്റെ ദിവ്യകാരുണ്യത്തിന് മുമ്പിലേക്ക് തിരുമുഖത്തിൻ്റെ ദർശനത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ തന്നെ 3,25,000 പെൺകുട്ടികളെ കർത്താവ് തരും. അവരുടെ എല്ലാ കല്യാണവും നടക്കും. നമുക്ക് 3,25,000 ആൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ചാൽ പിറ്റേ വർഷമോ 3,25,000 കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടും. സഭ അത്രകൾ വളരും. ഇല്ലേ? ന്യായമായിട്ട് ചിന്തിച്ചു നോക്ക്. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കണം, നിങ്ങളുടെ ആത്മാവിൽ ചിന്തിക്കണം. അതിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണിത്. അല്ലാതെ ഞാൻ സഭയെ കൊച്ചാക്കാൻ പറയല്ല, ഈ അത്ഭുതത്തെ കൊച്ചാക്കാൻ പറയല്ല. ഇതൊക്കെ കർത്താവ് അതാത് കാലഘട്ടങ്ങളിൽ വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും അളവ് ഏത് സഭയിൽ ഏത് വ്യക്തിയിൽ കുറയുന്നോ, ഏത് അച്ഛന്മാരിൽ കുറയുന്നു എന്ന് കർത്താവ് കാണുന്നുണ്ട്. സ്വർഗം നോക്കി, ഭൂമിയെ നോക്കി ഇരുന്നു കൊണ്ട് ഭൂമിയിലെ ഓരോ വൈദികരും, ഓരോ അൽമായനും, ഓരോ മെത്രാന്മാരും, ഓരോ കർദിനാൾമാരും എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് സർവശക്തനായ ദൈവം സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കി ഓരോ മനുഷ്യൻ്റെയും ആത്മാവിനെ അളന്ന് തൂക്കി കുറിക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയവേദനയാണ് ആ ദിവ്യകാരുണ്യത്തിൽ കണ്ടതെന്ന് ചിന്തിക്കാൻ നിന്റെ ആത്മാവിൽ എന്ന് നീ ചിന്തിക്കുന്നുവോ, എന്ന് നീ ഒരുപ്പെടുന്നുവോ, അന്ന് നിന്റെ കുടുംബത്തിലെ, നിന്റെ ആത്മാവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും.
അതാണ് പ്രിയപ്പെട്ട സഹോദരരെ, ഇത് വട്ടം കറങ്ങി കണ്ടിട്ട് പോകാനുള്ളതല്ല. ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഇത്രയും പറഞ്ഞില്ലേ, നമുക്കവിടെ അച്ചാർ ഫാക്ടറി തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ തിരുമുഖ അച്ചാർ ഫാക്ടറി തുടങ്ങി ധാരാളം പൈസ ഉണ്ടാവും, എല്ലാവരും മേടിച്ചുകൊണ്ട് പോകും. അതുപോലെ എന്ത് പ്രസ്ഥാനം ഇനി അവിടെ തുടങ്ങാം. അവിടെ ആ മെയിൻ റോഡ്, താഴത്തെ റോഡ് മുതൽ ആ പള്ളിയുടെ വരെ അത്രയും ഭാഗത്തേക്ക് അവിടെ വെറും മണ്ണ് റോഡാണ്. അവിടെ നമുക്ക് ഇൻ്റർലോക്ക് ചെയ്യണം, രണ്ട് സൈഡിലും കറണ്ടിൻ്റെ കമാനങ്ങൾ ഉണ്ടാക്കണം, അതിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ വേണം. പിന്നെ അക്കാദമി തുടങ്ങണം, നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അതിൻ്റെ പേരിൽ തുടങ്ങണം, തിരുമുഖ എഞ്ചിനീയറിംഗ് കോളേജ് നമുക്ക് തുടങ്ങണം. ഒരു വിദേശ ഭാഷാ പഠന അക്കാദമി ഇങ്ങോട്ട് വരട്ടെ. നമ്മുടെ കുട്ടികൾക്കെല്ലാം അമേരിക്കയിലേക്ക് പോകാലോ. ഇനിയിപ്പോൾ അമേരിക്കയൊക്കെ കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ, ആ സ്ഥലമൊക്കെ മാറി. ഇനി എലോൺ മസ്കിൻ്റെ വണ്ടിയെ കയറിയിട്ട് നമുക്ക് ചൊവ്വയിലേക്ക് പോട്ടെ. അവിടെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നു, പുതിയ തൊഴിലവസരങ്ങൾ വരുന്നു. ഇനി ചന്ദ്രനിൽ ഭൂമിയിലെ ജോലിയുടെ അവസരങ്ങളെല്ലാം തീർന്നു. ഇനിയിപ്പോൾ നമുക്ക് ചന്ദ്രനിലേക്ക് പോകണം, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ കേരളത്തിൽ ഇനി ഒരു മദ്യപാനം ഉണ്ടാകാൻ പാടില്ല. കത്തോലിക്ക സഭയിൽ നമ്മുടെ ഒരു ക്രിസ്മസിനും ഒരു വീട്ടിലും ഒരു തുള്ളി മദ്യം കയറാത്ത ഒരു സംവിധാനം ഇതാ വിളക്കന്നൂർ വന്നിരിക്കുന്നു. തിരുമുഖ ദർശനം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഒരു മരിച്ചടക്കൻ്റെ വീട്ടിലും ഒരു തുള്ളി മദ്യം കയറാൻ പാടില്ല. ഒരു വിവാഹത്തിൻ്റെ ഭവനങ്ങളിലും ഒരു തുള്ളി മദ്യം കയറാൻ പാടില്ല. കാരണം വെച്ചാൽ തിരുമുഖം ദർശനം നമ്മൾ കണ്ടുപോയി, കർത്താവിനെ കണ്ടുവച്ച് പോയി. നമ്മൾ ഇത്രയും 23,000 പേരുടെ ഭവനങ്ങൾ, ആ 23,000 പേരുടെ ഭവനങ്ങളിലെ ക്രിസ്മസ്, അടുത്ത ക്രിസ്മസ് എങ്ങനെയുള്ളതായിരിക്കും, അടുത്ത വർഷത്തെ ഈസ്റ്റർ എങ്ങനെയുള്ളതായിരിക്കും? മദ്യം കഴിക്കുമോ? പുക വലിക്കുമോ? സിനിമാ തിയേറ്ററിലേക്ക് ഓടുമോ? അതിനിപ്പോൾ സിനിമാ തിയേറ്ററിലേക്ക് ഓടാണ്ട് നമ്മളെങ്ങോട്ടാണ് ഓടണ്ടേ? തിരുമുഖം കാണാനാണ് ഓടേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. അതുപോലെ ഈ കുട്ടികളൊക്കെ കല്യാണം നടക്കണ്ടേ? നമ്മുടെ എറണാകുളം കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കണ്ടേ? എന്തുമാത്രം പ്രശ്നങ്ങളാണ്, എന്തുമാത്രം ഡൈവോഴ്സുകളാണ്, എന്തുമാത്രം കേസുകളാണ്, എന്തുമാത്രം അയൽപക്ക തർക്കങ്ങളാണ്, എന്തുമാത്രം പോലീസ് സ്റ്റേഷൻ കേസുകളാണ് നമ്മുടെ സഭയിലും ലോകത്തിലും ഇടവകയിലും മറ്റു കാര്യങ്ങളും സംഭവിക്കുന്നത്. എല്ലാ പ്രശ്നവും ഈ തിരുമുഖത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിങ്ങൾ കഴിച്ചു വെക്കാൻ ധൈര്യമുണ്ടോ? അതിന് ചങ്കൂറ്റവും ധൈര്യമുണ്ടോ? നമ്മുടെ സഭയോട് തന്നെ ചോദിക്കുകയാണ്, ക്രിസ്ത്യാനി ചോദിക്കുകയാണ്. ഞാൻ ചോദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ നേരിട്ട് വേണ്ടി ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചോദ്യം കേട്ടിട്ട് മറുപടി തരാമോ? നമ്മുടെ ഇടവകയിലെ, നമ്മുടെ രൂപതകളിലെ, നമ്മുടെ സഭയിലെ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ ഡൈവോഴ്സുകൾ, അതെല്ലാം ഒത്തുതീർപ്പാകണം. ഭാര്യാഭർത്താക്കന്മാർ അകന്നു കഴിയുന്നവരുണ്ട്. ഭാര്യ ഉപേക്ഷിച്ച് ഭർത്താവിന് ഉപേക്ഷിച്ചും പോയൊരു ധാരാളം ആൾക്കാരുണ്ട്. ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്തിട്ടില്ല, പക്ഷേ 8-10 വർഷമായിട്ട് ഭാര്യാഭർത്താക്കന്മാർ അകന്നു കഴിയുകയാണ്. അവർ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, മക്കളൊക്കെ വീതിച്ചെടുത്തു കഴിഞ്ഞു. അങ്ങനെ തകർന്ന കുടുംബങ്ങളുണ്ട്. തിരുമുഖ ദർശനത്തിലേക്ക് വരിക, അവിടെ പ്രശ്നം തീരട്ടെ. തീരുമോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ സഭയ്ക്കുള്ളിലെ പ്രശ്നം തീരുമോ? പിന്നെ എന്തിനു വേണ്ടിയാണ്? ഇവിടെ കർത്താവ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ആ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ അടുത്ത കാര്യങ്ങൾ പറയാം. നമ്മുടെ പണത്തിൻ്റെ ധനാഗമനത്തിൻ്റെ ഒരു മാർഗമായി ലോകത്തിലും കേരളത്തിലും ഭാരതത്തിലും സഭയിലെ കൗദാശിക തലങ്ങളുടെ അത്ഭുതങ്ങൾ മാറിയപ്പോൾ ഇവിടെ തകർന്നത് സഭയാണ്, ക്രിസ്ത്യാനിയാണ്, വിശ്വാസമാണ് തകർന്നത്, വിശുദ്ധിയാണ് തകർന്നത്, ജ്ഞാനം അമ്പേ ഇല്ലാണ്ടായിപ്പോയി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 7-ാം തിരുവചനത്തിൽ കർത്താവ് ചോദിക്കൊരു ചോദ്യമുണ്ട്. അവർ പോയതിനു ശേഷം യേശു ജനക്കൂട്ടത്തോട് യോഹന്നാനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. എന്ത് കാണാനാണ് നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്ങണയോ? അല്ലെങ്കിൽ വേറെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യനെയോ? മൃദുല വസ്ത്രങ്ങൾ ധരിക്കുന്നവർ രാജകൊട്ടാരങ്ങളിലാണുള്ളത്. അല്ലെങ്കിൽ പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? പ്രവാചകനെയോ? അതെ, ഞാൻ നിങ്ങൾ പറയുന്നു, പ്രവാചകനേക്കാൾ വലിയവനെ തന്നെ. ഇവനെ പറ്റിയാണ് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇതാ, നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് ചോദിക്കാണ്, നിങ്ങൾ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? കാറ്റത്തുലയുന്ന ഞാങ്ങണ കാണാനാണോ? നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് മരുഭൂമിയിലേക്ക് പോയത്? മൃദുല വസ്ത്രങ്ങൾ ധരിച്ച രാജാക്കന്മാരെ കാണാനാണോ? അപ്പോൾ ഇവിടെ നമുക്ക് ചോദിക്കണം, 23,000 പേര് അല്ലെങ്കിൽ 25,000 പേര് വിളക്കുന്നേരേക്ക് പോയത് എന്ത് കാണാനാണ്? നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്കുള്ള ശക്തിയും ജ്ഞാനവും വിവേകവും ഇല്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ വിളക്കന്നൂരിലേക്ക് പോയത്? അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത്, നമ്മുടെ ഡൈവോഴ്സുകൾ ഇനി തലശ്ശേരി രൂപതയിൽ, കേരള സഭയിൽ ഒരു റീത്തുകളിലും, ഇതെല്ലാ റീത്തുകളിലും ബാധിക്കും. ഇത് RC വിഭാഗത്തിൽ മാത്രമല്ല,
എന്തുകൊണ്ടാണ് RC ഈ അത്ഭുതം സംഭവിച്ചത്? ആ റോമൻ കത്തോലിക്ക സഭയിൽ RC വിഭാഗത്തിലെ ദിവ്യകാരണത്തിലാണ് ഈ അത്ഭുതം സംഭവിച്ചത്. എന്തുകൊണ്ടാണ്? ഇത്രമാത്രം അവിശ്വാസികളുള്ള ഒരു സമൂഹം വേറെയില്ല. അതുകൊണ്ടാണ് കർത്താവ് ഞാനിത് തൊണ്ടുകൊട്ടോ, ഈ തിരുവോസ്തി ഞാനുണ്ട് മക്കളെ, ഇതാ എൻ്റെ മുഖം, എൻ്റെ വേദനിക്കുന്ന മുഖം നിങ്ങൾ കാണ്, ഇത് നിങ്ങളുടെ മുൾമുടി എൻ്റെ ശിരസിലേക്ക് വെച്ച് ആണി കൊണ്ടും മുൾമുടിയുടെ മുള്ളുകൾ കണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്ന് ഈ തിരുനെറ്റിയിൽ നിന്നും ഒഴുകിയിറങ്ങിയ ചോരച്ചാലുകൾ കണ്ണിനകത്തേക്ക് വീണപ്പോൾ ഈ ചോരയുടെ ആ പശ കൊണ്ട്, ചോരയുടെ ആ ഒട്ടൽ കൊണ്ട് കണ്ണു തുറക്കാൻ പറ്റാതെ കർത്താവ് ഇങ്ങനെ വേദനിച്ചിരിക്കുന്ന തിരുമുഖം കണ്ടിട്ട് കർത്താവ് ഞാൻ ഈ തിരുവോസ്തിയിൽ വേദന സഹിച്ച് നിങ്ങളൊപ്പമുണ്ട് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കർത്താവ് തിരുവോസ്തിയിൽ വന്നത്. അല്ലാതെ ചിരിച്ചാനന്ദിച്ച സന്തോഷം. എല്ലാ കത്തോലിക്ക സഭയിലെ ജനങ്ങളും വളരെ ഹാപ്പി, എല്ലാം പാപമില്ല, തിന്മയില്ല, വിശുദ്ധി കൊണ്ട് നിറഞ്ഞ പുണ്യവാളന്മാരാണെന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടൊന്നൊരു കർത്താവല്ല. കർത്താവിൻ്റെ തിരുമുഖം ആ തിരുവോസ്തിയിൽ ദർശിക്കാൻ ജ്ഞാനമുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. കർത്താവ് കരയുകയാണ്, സ്വർഗം വേദനിക്കുകയാണ്. ഈ ഭൂമിയിൽ കർത്താവിനെ പീഡിപ്പിച്ചത് സ്വർഗത്തിലിരുന്ന് വേദനിക്കുന്ന അപ്പൻ, ആ സ്വർഗീയ അപ്പൻ്റെ പുത്രൻ യേശു ക്രിസ്തു വീണ്ടും വീണ്ടും ഭൂമിയിൽ ക്രൂശിക്കപ്പെടുന്ന കണ്ടിട്ട് കർത്താവ് കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങി വന്നത്. ഈ അപ്പം ഭക്ഷിക്കുമ്പോഴെങ്കിലും നിങ്ങൾ പ്രിയപ്പെട്ടവരെ എന്നിലേക്കൊന്ന് ആഴപ്പെട്. യേശുവിൻ്റെ വരവ് ഞാൻ വീണ്ടും ഭൂമിയിലേക്ക് ഇനി തിരുവോസ്തി രൂപത്തിലല്ല വരുന്നത്, മിന്നൽ പിണർപോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം, ആ സുവിശേഷത്തിൽ 23-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങൾ വായിക്കണം പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം, മിന്നൽ പിണർ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. അല്ലാതെ തിരുവോസ്തിയിൽ തിരുമുഖം കാണിച്ചുകൊണ്ടല്ല ഇനി കർത്താവ് വരുന്നത്. കാരണം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് യുഗാന്ത്യം 2033 യുഗാന്ത്യമാണെന്ന് നമുക്കറിയാമായിരിക്കെ ഈ തിരുമുഖത്തേക്ക് നമുക്ക് നോക്കാൻ സമയമില്ല. കാരണം എൻ്റെ മുഖത്തേക്കാണ് ഞാൻ നോക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ക്രിസ്തുവിൻ്റെ മുഖത്തേക്കല്ല നമ്മൾ നോക്കേണ്ടത്, ഞാൻ എൻ്റെ മുഖത്തേക്കാണ് നോക്കേണ്ടത്. എൻ്റെ മുഖം എങ്ങനെയുള്ളതാണ്? എൻ്റെ ക്രിസ്തുവിന് യോജിച്ച ഒരു മുഖമാണോ എൻ്റേത്? എൻ്റെ ക്രിസ്തുവിന് യോജിച്ച ഒരു ആത്മാവാണോ എനിക്കുള്ളത്? എൻ്റെ യേശു ക്രിസ്തുവിന് യോജിച്ച ഒരു ശരീരമാണോ എനിക്കുള്ളത്? എൻ്റെ വിശ്വാസത്തെയും വിശുദ്ധിയെയും കർത്താവ് തൂക്കി നോക്കിയാൽ, അളന്നു നോക്കിയാൽ എൻ്റെ ആത്മാവിൻ്റെ ത്രാശിൻ്റെ കട്ടി എങ്ങോട്ട് താഴ്ന്നു ഉയരുമെന്ന് നാം പരിശോധിച്ചിട്ടുണ്ടോ? ഇനി ക്രിസ്തുവിൻ്റെ തിരുവോസ്തിയിലേക്ക് അല്ല നമ്മൾ നോക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ ആത്മാവിലേക്ക് തിരിഞ്ഞു നോക്കണം, ഞാൻ എൻ്റെ സഭയിലേക്ക് നോക്കണം, അച്ഛന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കണം, മെത്രാന്മാരുടെ ഹൃദയത്തിലേക്ക് നോക്കണം, വൈദികരുടെ ഹൃദയത്തിൽ നോക്കണം, കർത്താന്മാരുടെ ആത്മാവിലേക്ക് നോക്കണം, സഭയിലേക്ക് തിരിഞ്ഞു നോക്കണം. ക്രിസ്തുവിൻ്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്. കാരണം ക്രിസ്തുവിൻ്റെ മുഖം 2000 വർഷമായിട്ട് എല്ലാ ജനങ്ങളും കണ്ടു കഴിഞ്ഞു. ഇനി എന്തിന് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കണം? ക്രിസ്തു ആരാണ്, എന്താണ്, യേശു ആരാണ്, എന്ത് സഹനമാണ് ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ചതെന്ന് നമുക്കറിയാം, സഭയ്ക്കറിയാം, ലോകത്തിനറിയാം. നമ്മളെക്കാൾ വിശ്വാസവും വിശുദ്ധിയുള്ള അക്രൈസ്തവർ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെ, അരവിന്ദാക്ഷമേനോനെ പോലുള്ളവരൊക്കെ നമുക്കറിയാം, അവർ അക്രൈസ്തവനായിരുന്നു, ഹൈന്ദവ സഹോദരനായിരുന്നു. അദ്ദേഹമൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുന്നത് ലോകം കേട്ടിട്ടുണ്ട്. നമുക്കറിയാം പ്രിയപ്പെട്ടവരെ, നമ്മളെക്കാൾ വിശ്വാസവും വിശുദ്ധിയും യേശു ക്രിസ്തുവിനെ പ്രതി രഹസ്യമായിട്ടും പരസ്യമായിട്ടും അംഗീകരിക്കുന്ന ഹൈന്ദവ സഹോദരന്മാരും മുസ്ലിം സഹോദരന്മാരും ഈ ലോകത്തുണ്ട്. അവിടെയാണ് ക്രിസ്ത്യാനിയായ നമ്മൾ അയ്യോ ഇതാ കർത്താവ് പ്രത്യക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ 25,000 പേര് പോയി കാണും. അതുകൊണ്ട് കർത്താവ് വയ്ക്കുന്നത്, എന്ത് കാണാനാണ് നിങ്ങൾ പോയത്? ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അപ്പനും മക്കളും തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരിടവകയിൽ മദ്യപാനികളില്ലാത്ത ഒരിടവക ഉണ്ടാക്കാൻ പറ്റുമോ? ഞാൻ ഈ വിളക്കന്നൂർ ഇടവകയോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിളക്കന്നൂർ ഇടവകയിൽ മദ്യം കഴിക്കാത്ത എല്ലാ വീടുകളും മദ്യം കഴിക്കാത്തൊരു വീടായിട്ട് പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? വിളക്കന്നൂർ ഇടവകയിൽ 500 വീട്ടുകാരുണ്ടെങ്കിൽ 500 വീട്ടിലെ ആളുകളും ഒരൊറ്റ വ്യക്തി പോലും മദ്യം കഴിക്കാത്ത ഭവനമായിട്ട് മാറ്റണം. അതുപോലെ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? മദ്യം വീട്ടിൽ കയറ്റാത്ത മദ്യം കഴിക്കാത്ത വ്യക്തികൾ, മദ്യം കഴിക്കാത്ത മക്കൾ, മാതാപിതാക്കന്മാർ, മദ്യം കഴിക്കാത്ത വ്യക്തികളാണ് നിറഞ്ഞ ഒരിടവക. ആ ഒരിടവക വിളക്കുന്നൊരിടവയായിട്ട് മാറ്റാൻ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടോ അച്ഛന്മാർക്ക്? അതാണ് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്. ക്രിസ്തു ചോദിക്കുന്ന വേറൊരു ചോദ്യമുണ്ട്, അത് മത്തായിയുടെ സുവിശേഷത്തിലുണ്ട്. ക്രിസ്തു ഒരു പാറയാണ്. ഈ പാറ, ഈ ശില ആരുടെ മേൽ വീഴുന്നുവോ അവൻ ധൂളിയാകും. ആര് വന്ന് ഈ പാറമേൽ വീഴുന്നുവോ അവനും ധൂളിയാകും. പക്ഷേ പാറയ്ക്കൊന്നും സംഭവിക്കില്ല.
ക്രിസ്തു ഒരു പാറ കഷ്ണമാണ്. ക്രിസ്തു ഒരു പാറയാണ്. ആ പാറയിൽ തല്ലുന്നവൻ, ആ പാറയിൽ തട്ടി വീഴുന്നവൻ ധൂളിയാകും, എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുന്നതിനർത്ഥം. പ്രിയപ്പെട്ടവരെ, ആരാണ് യേശു ക്രിസ്തു? സർവശക്തനായ, പ്രപഞ്ച സൃഷ്ടാവായ, മനുഷ്യ സൃഷ്ടാവായ ദൈവമാണ്. അത്യുന്നതനായ ദൈവമാണ്, യേശു ക്രിസ്തുവാണ്. ആ ക്രിസ്തുവിൻ്റെ മുഖമാണ് നാം തിരുവോസ്തിയിൽ ദർശിച്ചതെങ്കിൽ നമുക്കൊരു കടമയുണ്ട്. ഇനി ഒരു കടമയുണ്ട്. ഇനി കർത്താവിൻ്റെ തിരുമുഖമല്ല നമ്മൾ കാണുന്നത്. ഇനി ഒരു മിന്നൽപ്പിണർ പോലെ കർത്താവ് ഭൂമിയിലേക്ക് എഴുന്നള്ളി വരുന്നത് നിങ്ങൾ കാണുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ഡൈവോഴ്സ്, എല്ലാ ഡൈവോഴ്സും നോട്ടീസുകളും ഡൈവേഴ്സ് കൊടുത്ത് പിരിഞ്ഞവർ യേശു ക്രിസ്തുവിന്റെ മുഖം കണ്ട് തിരിച്ചു വരണം. തിരിച്ച് ആ ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിക്കണം. ഡൈവേഴ്സ് നോട്ടീസ് കൊടുത്ത് കേസ് കൊടുത്തിരിക്കുന്ന എല്ലാവരും അത് പിൻവലിക്കണം. എന്നിട്ട് സ്നേഹത്തിൽ നിൽക്കണം. അകന്നു കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ആ 2 നില, മുകളിലത്തെ നിലയും താഴത്തെ നിലയും കഴിയുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. ഒറ്റ മുറിയിലേക്ക് വരണം. സ്നേഹം, കർത്താവിൻ്റെ തിരുമുഖം കണ്ടില്ലേ? കർത്താവ് നമ്മളെ വിധിക്കാൻ വേണ്ടി അടുത്തു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സഭാ തർക്കങ്ങൾ ഇനി ഉണ്ടാകാൻ പാടില്ല. വിമത ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് എന്ന് പറയാൻ പാടില്ല. ഒറ്റ സഭയുള്ളൂ. സീറോ മലബാർ സഭ, അങ്കമാലി, എറണാകുളം രൂപത ഒന്നിക്കണം, സ്നേഹിക്കണം. അവിടെ കെട്ടിപ്പിടിച്ച് കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ തിരുമുഖം കണ്ടു. ഈ കണ്ട തിരുമുഖത്തെ ഓർത്ത് ക്ഷമിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ? അല്ല പിന്നെ എന്ത് കാണാനാണ് നിങ്ങൾ വിളക്കന്നൂരിലേക്ക് പോയത്? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ചോദിക്കുന്നത് പറയാൻ, എന്ത് കാണാനാണ് നിങ്ങൾ വിളക്കന്നൂരിലേക്ക് പോയത്? ഹല്ലേലൂയ. ഈ ചോദ്യം ഞാനല്ല ചോദിക്കുന്നത്. ഞാനിവിടെ ചോദിച്ചെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ചോദിച്ചെങ്കിൽ, ഇനി കർത്താവ് തന്നെ നേരിട്ട് ഒന്ന് ചോദിക്കും. കാരണം നമ്മുടെ വിളക്കന്നൂർ പ്രദേശത്തു നിന്നും അധിക ദൂരെയൊന്നുമല്ല വിമാനത്താവളം. നമുക്കറിയാമല്ലോ, കണ്ണൂർ വിമാനത്താവളം അതിവിദൂരത്തൊന്നുമല്ല. മറ്റൊന്ന് മംഗലാപുരം വിമാനത്താവളം അതിവിദൂരത്തൊന്നുമല്ല. 2000-5000 കിലോമീറ്റർ ദൂരമൊന്നും അങ്ങോട്ടില്ല. ഓരോ വിമാനത്താവളങ്ങളിലേക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്, യുഗാന്ത്യത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? അതാണ് റോമർ 1:23 എഴുതി വെച്ചിരിക്കുന്ന വചനമുണ്ട്. നമ്മൾ പഠിക്കണമത്. ചുമ്മാതെ വചനം പഠിക്കാതെ നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല പ്രിയപ്പെട്ടവരെ. റോമാക്കാർക്ക് ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് എഴുതി വെച്ച വചനമുണ്ട്. എന്താണത്? മനുഷ്യരുടെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. മനുഷ്യൻ്റെ സകല ദുഷ്ടതയ്ക്കും അനീതിക്കുമെതിരായി ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. അതാണ് ആണവ മിസൈലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഭൂമിയിൽ ആരും ആണവ മിസൈലുകൾ കണ്ടിട്ടില്ല. അതെല്ലാം ഭൂമിക്കടിയിൽ അതാത് ഗവൺമെൻറ് ഉണ്ടാക്കി ഭദ്രമാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് നമ്മുടെ മുമ്പിലേക്ക് തന്നെ വരുന്നത്, ആകാശത്ത് പറന്നിങ്ങ് വരുന്നത് കാണാം. മിന്നൽപ്പിണർ പോലെ പറന്നു വന്ന് അതെവിടെ വീഴണമോ അത് AI റോബോട്ട് കൺട്രോൾ നിയന്ത്രിതമാണ്. അതെല്ലാം എവിടെ വീഴണമെന്ന് തീരുമാനിച്ചുള്ളൂ അവിടെ തന്നെ വീഴും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ക്രോധമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. കാരണം എന്താണ്? മനുഷ്യ അതിനുശേഷം പറഞ്ഞിരിക്കുന്ന ഭാഗം എന്താണ്? ഈ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. റോമർ 1:21 അധ്യായം 23-ാമത്തെ തിരുവചനം മുതലിട്ട് വരുമ്പോൾ 1:29 വരണം. അവിടെ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരാണ്. അസൂയ, കൊലപാതകം, ഏഷണി, കലഹം, വഞ്ചന, പരദ്രോഹം എന്നിവയിൽ അവർ മുഴുകുന്നു. അവർ പരദൂഷകരും ദൈവനിന്ദകരും ധിക്കാരികളും ഗർവിഷ്ഠരും പൊങ്ങച്ചക്കാരും തിന്മകൾ ആസൂത്രണം ചെയ്യുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും ബുദ്ധിഹീനരും അവിശ്വസ്തരും ഹൃദയശൂന്യരും കരുണയില്ലാത്തവരും ആയിത്തീർന്നു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർ മരണാർഹരാണ് എന്ന ദൈവകൽപ്പന അറിഞ്ഞിരുന്നിട്ടും അവർ അത് തന്നെ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ചെയ്യുന്നവരെ അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരരെ, പിന്നെ എന്ത് കാണാനാണ് ഇതിനകത്ത്? ഒരസൂയയും ഒരശുദ്ധിയും. ഒരു മാന്യമായ വസ്ത്രം ധരിച്ച് തിരുവോസ്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ കഴിയാതെ പോയ ക്രിസ്ത്യാനികളായ നമ്മൾ, അതിൻ്റെ ചുരിദാറും മാരടം മറക്കാത്ത പെൺകുഞ്ഞുങ്ങളും ഇത്ര നീളമുള്ള ഷാള് തലയിൽ ഇട്ടില്ല പോലും എന്ന് വരുന്ന മൂക്കിപ്പഞ്ഞി പേര് നീളമുള്ള ഷാളും ഇട്ട് നമ്മൾ ചെന്നു. പന്തകുസ്തക്കാരും മുസ്ലിം സ്ത്രീകളും എത്രയോ മനോഹരമായിട്ട് വസ്ത്രം ധരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന പന്തകുസ്ത് വിഭാഗത്തിൽ ക്രിസ്ത്യാനികളുടെ വസ്ത്രധാരണം ശ്രദ്ധിച്ചില്ലേ? ശ്രദ്ധിക്കുക ക്രിസ്ത്യാനികളെ. അതുകൊണ്ട് കർത്താവ് ചുങ്കക്കാരും വേശ്യകളും നിങ്ങൾക്ക് മുന്നേ സ്വർഗ്ഗത്തിൽ പോകും, രാജ്യത്തിൻ്റെ മക്കളായിട്ട് പുറന്തള്ളപ്പെടും. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കുമെന്ന് കർത്താവ് എഴുതി വെച്ചിട്ടുണ്ട്.
വസ്ത്രധാരണം, ഈ ആധുനിക ചുരിദാറുകൾ, ഈ ചുരിദാറിട്ടടക്കം നിങ്ങളുടെ ആരാ പറഞ്ഞേ? യേശു ക്രിസ്തുവിന് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. യേശു ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചാൽ ഈ ലോകത്തോട് നമ്മൾ അനുരൂപരാവുകയില്ല. എവിടെ വചനം? യേശു ക്രിസ്തുവിൻ്റെ വചനം പാലിക്കാതെ ക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ട നിങ്ങൾ ശിക്ഷാവിധിക്ക് യോഗ്യമാവും. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രോധം ഇങ്ങോട്ട് വരുന്നുണ്ട് പുറകെ. ഇതൊന്നും കണ്ടിട്ട് ഈ ചെണ്ടമേളവും വാറ്റുമേളവും ഈ എഴുന്നള്ളിപ്പൊന്നും കണ്ടിട്ട് ആരും കർത്താവ് അങ്ങ് രക്ഷിക്കുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ആ വചനങ്ങൾ ചേർത്ത് പറഞ്ഞത്. ഇത് കർത്താവിൻ്റെ പാറയാണ്, കർത്താവ് പാറയാണ്. ഈ പാറമേൽ ആര് വീഴുന്നുവോ അവൻ ധൂളിയാകും. ഈ പാറ ആരുടെ മേൽ ചെന്ന് വീഴുന്നുവോ അവനും ധൂളിയാകും. കർത്താവായ യേശു ക്രിസ്തു പ്രപഞ്ചത്തിൻ്റെ പാറയാണ്. ആ പാറയാകുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ തിരുമുഖം നീ കണ്ടെങ്കിൽ നീ ശിക്ഷാവിധിക്ക് യോഗ്യമാണ്. രക്ഷയുടെ സമയം കഴിഞ്ഞു, ഇനി രക്ഷയില്ല. രക്ഷയുടെ കാലം എന്നേ കടന്നുപോയി. ഞാൻ ചോദിക്കട്ടെ, 2013 ഈ തിരുവോസ്തിയിൽ കണ്ടതാണ് ഈ അടയാളം. എന്നിട്ട് എന്താണ് 10-12 വർഷക്കാലം ഇത് മാറ്റിവെച്ചത്? ചിന്തിച്ചാൽ മതി. അതിൻ്റെ അർത്ഥം ഞാൻ പറയുന്നില്ല. ഞാൻ പറയാതെ തന്നെ എന്നെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഞാൻ ചിന്തിക്കാൻ വേണ്ടി വിട്ടുതരാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം സൂക്ഷിച്ചു വെച്ചു അല്ലെങ്കിൽ മാറ്റിവെച്ചു? അവർ പഠിക്കാൻ വേണ്ടി കൊണ്ടുപോയി. അല്ല, പഠിക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. കാരണം കത്തോലിക്ക സഭയിൽ എത്രയോ അത്ഭുതങ്ങൾ ദിവ്യകാരണത്തിൽ നടന്നിട്ടുണ്ട്. രക്തമായിട്ട് മാറുന്നു, ചോരയായിട്ട് മാറുന്നു, രക്തകഷ്ണങ്ങളായിട്ട് മാറുന്നു, മാംസ കഷ്ണങ്ങളായിട്ട് മാറുന്നു. തിരുവോസ്തി അന്തരീക്ഷത്തിൽ വരുന്നു. തിരുവോസ്തി വന്ന് ഡിഷിൽ വീണ് നിറഞ്ഞു പൊന്തുന്നു. അതിൻ്റെ അർത്ഥം ഞാൻ ആ സഹോദരൻ വന്നിട്ട് പോയി വാണിപ്പാറലെ നീതിനോട് ഞാൻ പറഞ്ഞു പോയി, ദേവാലയങ്ങളിൽ കുർബാനകൾ നിന്നു പോകും. കുർബാനകൾ ഇനി രഹസ്യ കുർബാനകൾ വീടുകളിൽ വരുന്ന കാലഘട്ടം അടുത്തിരിക്കുന്നു. ഇതിനെ അതിൻ്റെ മുന്നോടിയാണിതെന്ന് ഞാൻ പറഞ്ഞിട്ട് പോയി. അല്ലെ പിന്നെ ദേവാലയത്തിൽ വന്നാൽ പോരാ. ദേവാലയത്തിലെ അച്ഛന്മാരുടെ ആ പാത്രത്തിലേക്ക് തിരുവോസ്തി വന്ന് വീണാൽ പോരാ. എന്തുകൊണ്ടാണ് നിതിന് വീട്ടിലേക്ക് പോയത്? ചിന്തിക്കാൻ കഴിവുണ്ടാക്കി ചിന്തിച്ചോ മക്കളെ. പഠിക്കാൻ ബോധമുണ്ട്, പഠിച്ചു വെച്ചു. ഇതെല്ലാം തീരാൻ പോകുന്നതിന് മുമ്പിലുള്ള ആളിക്കത്തലാണിത്. ഇനി ഒരു രക്ഷാവിധിയില്ല, ഇനി ഒരു ശിക്ഷാവിധിയേ ഉള്ളൂ. കാരണം അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം എടുത്ത് പറഞ്ഞത്. ഇനിമേൽ കേസുകൾ ഉണ്ടാകാൻ പാടില്ല, ഡൈവേഴ്സ് ഉണ്ടാകാൻ പാടില്ല, ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല, ഇനി സഭാ തർക്കങ്ങൾ ഉണ്ടാകരുത്, ഇനി മദ്യപാനം ഉണ്ടാകാൻ വരുത്, ഇനി പുകവലി ഉണ്ടാകാൻ വരുത്, സിനിമാ തിയേറ്ററിലേക്ക് ഓടരുത്, ബ്ലൂ ഫിലിം കാണരുത്, സിനിമ കാണരുത്, ചുരിദാറിട്ടുണ്ട് കർത്താവിന് പോകരുത്, ബർമുഡായിട്ടുണ്ട് പോകരുത്. അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് വചനം. എല്ലാത്തിനും വചനമുണ്ട്. തോന്നുന്ന രീതി മുടിവെട്ടിക്കൊണ്ട് നടക്കരുത്, കാലെ പാൽസറിട്ടുകൊണ്ട് നടക്കരുത്, ഇവിടെ മൂക്ക് കുത്തിക്കൊണ്ട് നടക്കരുത്, പൊട്ട് കുത്തിക്കൊണ്ട് നടക്കരുത്, മേക്കാത് കുത്തിക്കൊണ്ട് നടക്കരുത്, ഇവിടെ അച്ഛൻ കിട്ടോ എഴുതി നടക്കരുത്, ടാറ്റു ഒട്ടിച്ചുകൊണ്ട് നടക്കരുത്. ഉണ്ടോ? ഈ 25,000 പേരിന്ന് കർത്താവിൻ്റെ ചെന്നപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ കയ്യിലും കാതിലുണ്ടോ? പരിശോധിച്ചോ? അതുകൊണ്ട് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിന്റെ കുണ്ടലവും നിന്റെ വളയും നിന്റെ പവിഴച്ചിമിഴും നിന്റെ പൊങ്ങച്ച സഞ്ചിയും നിന്റെ പാദസരവും നിന്റെ പൊട്ടുകുത്തലും ഇതെല്ലാം നിന്നെ ഞാൻ അത് വിജാതിന് വിട്ടുകൊടുക്കുന്നു. അതുകൊണ്ടാണ് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈ 3-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിന്റെ പുരുഷന്മാർ വാളിനിരയാകും, നീ ബലാത്കാരത്തിനിരയായി തറയിലിരിക്കും. കർത്താവ് എഴുതി വെച്ച വചനം കിടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എല്ലാം വചനം ചുമ്മാ എഴുതി വെച്ചതല്ല വചനം. അതാത് കാലഘട്ടങ്ങളിൽ. ഇനി അതിൻ്റെ ബാക്കി അത് വേണമെങ്കിൽ പറയാം, അത് പഴയ നിയമമല്ലേ, അത് ഏശയ്യാ പറഞ്ഞ കാലമല്ലേ. എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഏശയ്യാ പറഞ്ഞ. പിന്നെ പരിശുദ്ധാത്മാവൊന്നും പറഞ്ഞിട്ടില്ലോ. അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ 3-ാം മുദ്ര പൊട്ടുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് കൽപ്പന കൊടുത്തും അവർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ ഞാൻ അവർക്ക് കൽപ്പന കൊടുത്തു കർത്താവ് പറഞ്ഞു. ആ കാലഘട്ടം അടുത്തെത്തി വരുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിൻ്റെ തിരുമുഖം കണ്ട ഓരോരുത്തരും പഠിച്ചോ, മനസ്സിലാക്കിക്കോ, സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചോ, സ്വർഗത്തിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പോയി നിന്നത്. സ്വർഗീയ അപ്പൻ്റെ ദർശനമാണ് നിങ്ങളുടെ നേരെ പതിഞ്ഞതെങ്കിൽ നിങ്ങളുടെ ഒരു ചിത്രം
കർത്താവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഒരു ഫ്ലാഷ് ലൈറ്റ് യേശുവിൻ്റെ തിരുവോസിന് മുമ്പിൽ വന്ന ഓരോ വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഓരോ ഫ്ലാഷ് ലൈറ്റുകൾ മിന്നിയിട്ടുണ്ട്. നിങ്ങളുടെ ചിത്രങ്ങൾ സ്വർഗത്തിൽ പതിഞ്ഞു വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഏത് രീതിയിലുള്ള വ്യക്തികളാണ്, ഏത് അച്ഛന്മാരാണ്, ഏത് മെത്രാന്മാരാണ്, അവരുടെ വിശ്വാസവും വിശുദ്ധി എന്താണ് എന്ന് പഠിക്കാൻ ആ കർത്താവ് അവിടെ എടുത്തു വെച്ച് നിങ്ങളുടെ ഫോട്ടോ കർത്താവ് ഇപ്പോൾ സ്കാൻ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുക. സ്വർഗം. പ്രിയപ്പെട്ടവരെ, ഞാൻ വേറൊരു കാര്യം കൂടെ പറയുകയാണ്. അവിടെ ഇനി തുണ്ട് കടലാസുകളിൽ എഴുതിയിട്ട്, ആയിരക്കണക്കിന് തുണ്ട് കടലാസുകൾ എഴുതിയിട്ട് പറയണം, ഞാനിതാ മദ്യപാനം ഉപേക്ഷിച്ചിരിക്കുന്ന കർത്താവെ, അങ്ങയുടെ മുഖത്തെ നോക്കി മദ്യപാനം ഉപേക്ഷിച്ചിരുന്നു. കടലാസിൽ എഴുതി ചുരുട്ടി ആ തിരുമുഖ ദർശനത്തിൻ്റെ താഴേക്കിടാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഈ കാണുന്ന മൊബൈൽ ഫോണില്ലേ, ഇത് വലിച്ച് എറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത് കത്തിച്ച് ധൂളിയാക്കിയിട്ട് എൻ്റെ ചാരം വാരി ഒരു കടലാസിൽ പൊഞ്ഞിട്ട് ആ തിരുമുഖത്തിന് മുമ്പിലേക്ക് കൊണ്ടിട്ട് പറയാം, കർത്താവെ യേശുവെ അങ്ങേ ഓർത്ത് ഞാൻ ഈ മൊബൈൽ ഫോൺ എന്നേക്കുമായിട്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. ഇതിനകത്ത് എല്ലാ അശുദ്ധിയും വിളച്ചതയും ഇതിന് വേണ്ട, ഈ സാധനം എനിക്ക് വേണ്ട, ഇതെന്നേക്കുമായിട്ട് ക്രിസ്തുവിനെ പ്രതി ഞാൻ ഉപേക്ഷിച്ചിരിക്കുക, എൻ്റെ ആത്മാവ് രക്ഷപ്പെട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കടലാസിൽ എഴുതി ആ തിരുവോസിന് മുമ്പിലേക്ക് കൊണ്ട് എഴുതാൻ ചങ്കൂറ്റും ധൈര്യമുള്ള അച്ഛന്മാരും മത്രന്മാരും കേരളത്തിലുണ്ടോ? ക്രിസ്ത്യാനിയുണ്ടോ? കന്യാസ്ത്രീകളുണ്ടോ? പിന്നെ എവിടെയാണ് നിങ്ങളുടെ വിശ്വാസവും വിശുദ്ധിയും? ഇതിനകത്തെ മ്ലേച്ഛത 250 രൂപ 300 രൂപ വെച്ച് മൊബൈൽ ഫോണിലിട്ട് ഈ ലോകത്തിലെ ജഡമോഹം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളിൽ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിക്ഷാവിധി ഇല്ലെന്നാണോ? എഴുതി കൂട്ടിക്കോ. 50 ലക്ഷം ക്രിസ്ത്യാനി ഇൻറ്റു 250 രൂപ വെച്ച് കൂട്ടിക്കോ. കണക്ക് കൂട്ടി നോക്കിയിട്ട് പറ. കൂട്ടാൻ ധൈര്യമുള്ള അച്ഛന്മാരും മെത്രന്മാരും വേണ്ടി കൂട്ട്. ജനങ്ങൾ കൂട്ട്. 50 ലക്ഷത്തെ ഇൻറ്റു 50 ലക്ഷം ക്രിസ്ത്യാനി ഇൻറ്റു മാസം ഇടുന്ന 250 രൂപ മൊബൈൽ ഫോണിലേക്ക് എത്ര കോടി വരും? ടെലിവിഷനിലേക്ക് ഇടുന്ന പൈസ, പത്രമാസികൾക്ക് ഇടുന്ന പൈസ, സിനിമയ്ക്ക് കൊടുക്കുന്ന പൈസ, ഇതെല്ലാം കൂടെ കൂട്ട്. ഒരു വീട്ടിൽ ഒരു വ്യക്തി ഒരു മാസം ഈ കാര്യങ്ങൾക്ക് കൊടുക്കുന്ന പൈസ കണക്ക് കൂട്ട്. അപ്പോൾ 50 ലക്ഷം അല്ലെങ്കിൽ 60 ലക്ഷം, 1 കോടി വരുന്ന, അല്ലെങ്കിൽ അത്ര വരില്ല, അല്ലെങ്കിൽ 30 ലക്ഷം ക്രിസ്ത്യാനികൾ ഓരോ മാസവും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന പൈസ, അത് കണക്കൂട്ടിയിട്ട് ഒരു വർഷത്തെ കണക്കൂട്ട്. ആ കണക്കൂട്ടുന്ന പൈസ എത്ര കോടാനുകോടി? അതിനുശേഷം കൂട്ട് 10 വർഷത്തെ കണക്കൂട്ട്, എത്ര കോടാനുകോടി? ആരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കുന്നേ? വെളിപാട് 18:3 എടുത്ത് വെച്ച് വായിക്ക്. എന്നിട്ട് കർത്താവിൻ്റെ തിരുവോസിന് മുമ്പിലേക്ക് ചെല്ല്. ചങ്കൂറ്റം ധൈര്യമുള്ള ആണുങ്ങളായിട്ട് ജനിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തിരുവോസിന് പറ, ഇതെൻ്റെ കർത്താവെ, സ്വർഗീയപ്പ, നിന്റെ മുഖം കണ്ട ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുന്നു. ക്രിസ്തുവിനെ പ്രതി, എൻ്റെ യേശുവിനെ പ്രതി, എൻ്റെ മരണത്തെ പ്രതി, എൻ്റെ നിത്യജീവനെ പ്രതി ഇത് ഉപേക്ഷിക്കുന്ന കർത്താവെ. ചങ്കൂറ്റമുള്ള ധൈര്യമുള്ള അച്ഛന്മാരോ മെത്രന്മാരോ വൈദികരോ കന്യാസ്ത്രീയോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്ന് പറ. ഹല്ലേലൂയ. ഞാൻ ചലഞ്ച് വെല്ലുവിളിക്കും നിങ്ങളെ. കത്തോലിക്ക സഭയോട് അടക്കം ചോദിക്കുക, ധൈര്യമുണ്ടോ? നിങ്ങളുടെ മുഖമുണ്ടല്ലോ, അത് എടുത്തു വെച്ചിട്ടുണ്ട് കർത്താവ് സ്കാൻ ചെയ്ത് സ്വർഗത്തിൽ. ആളൊന്ന് തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. 2033 ആ തൂക്കലിൻ്റെ അളവിൻ്റെ റിസൾട്ട് കൊണ്ടുണ്ടാവും. ഹല്ലേലൂയ. എനിക്ക് പോകാൻ പേടിയാ പ്രിയപ്പെട്ടവരെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തിന് നേരെ പോകാൻ എനിക്ക് പേടിയാ. ഞാൻ കാണില്ല, കാരണം എനിക്ക് ധൈര്യമില്ല യേശുവിൻ്റെ നേരെ നോക്കാൻ. വിറയലോടും പേടിയോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടെയാണ് കർത്താവിൻ്റെ വചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്നത്. കാരണം കർത്താവ് എന്നോട് സംസാരിച്ച് ഈ സന്ദേശങ്ങളൊക്കെ തരുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഞാനും തമ്മിൽ ബന്ധം വെച്ച് യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ. കാരണം കർത്താവ് ഈ വചനം, ഓരോ വചനവും, ക്രിസ്തുവിൻ്റെ ഓരോ വചനവും, തിരുമുഖം, ഈ ക്രിസ്തുവിൻ്റെ വചനം മുതൽ, പ്രത്യേകിച്ചും യേശയ്യാപ്രവാചകന്റെ വചനം മുതൽ എല്ലാം, പഴയ നിയമഗ്രന്ഥവും പുതിയ ഗ്രന്ഥവും ലേഖനവും വെളിപാടും, പ്രത്യേകിച്ചും വെളിപാട് 2025 ഇരുന്നു കൊണ്ടാണ് വെളിപാട് പഠിക്കുന്ന. ആലോചിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ഒരു കാര്യം ഓർക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിലേക്ക് ഇനി വരാൻ പോകുന്നത് AI റോബോട്ടുകളാണ്. AI റോബോട്ട് സ്ത്രീകൾ, AI റോബോട്ട് കുട്ടികൾ, AI റോബോട്ട് പുരുഷന്മാർ, നമ്മുടെ നേഴ്സായിട്ടും അടുക്കള ജോലി ചെയ്യാൻ വേണ്ടിയിട്ടും
അല്ലെങ്കിൽ ഡോർ കീപ്പറായിട്ടും നമ്മുടെ ബോഡി ഗാർഡായിട്ടും നമ്മുടെ പങ്കാളിയായിട്ടും ജീവിത പങ്കാളിയായിട്ടും എല്ലാം 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 റോബോട്ടുകൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്നത്. അതാണ് യുഗം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യുഗങ്ങളുടെ അന്തിമഘട്ടം നമ്മിലാണല്ലോ വന്നെത്തിയിരിക്കുന്നത്. ആ വന്നെത്തിയിരിക്കുന്ന കാലഘട്ടത്തിൽ ഇരുന്നുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ധൈര്യമുള്ളവർക്ക് നോക്കാൻ പറ്റുള്ളൂ. ധൈര്യമില്ലാത്തവരാണ് ഇത് കൂട്ട് വേഷം കെട്ടുന്നത്. ചാങ്കൂറ്റും ധൈര്യമുള്ളവർക്ക് കർത്താവിനെ നേരെ നോക്കാൻ പറ്റിയത് പ്രിയപ്പെട്ടവരെ. കാരണം നമ്മുടെ അശുദ്ധി ഹൃദയത്തിൽ വെച്ചുകൊണ്ട് എങ്ങനെ ആ മുഖത്തേക്ക് നോക്കും? പറ്റില്ല, നോക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് ആ തിരുവോസ്തിയുടെ മുഖത്തേക്ക് കൃത്യമായിട്ട് അടുത്ത് ചെന്ന് നിങ്ങളുടെ നോക്കി നിന്നാൽ കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്ന അധരമനകം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ വെല്ലുവിളിച്ച് പറയുകയാണ്, കാണാൻ പറ്റും. കർത്താവ് പറയും നിന്നോട്, നീ ഏത് മനുഷ്യനാണ്, നീ ഏത് സ്ത്രീയാണ്, നീ ഏത് അച്ഛനാണ് മെത്രാനാണ്, നിന്റെ ഹൃദയത്തിൻ്റെ ആത്മാവിനെ എനിക്ക് കാണാൻ പറ്റുമെന്ന് കർത്താവ് പറയും. എഴുതിയിടണം തുണ്ട് കടലാസുകളിൽ ചാങ്കൂറ്റുള്ളവർ, ഇതാ ഉപേക്ഷിച്ചിരിക്കുന്നു, ഇത് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ ക്രിസ്തുവിനെ പ്രതി ഉപേക്ഷിച്ചിരിക്കുന്നു, ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു, എൻ്റെ പ്രശ്നം പറഞ്ഞു തീർത്തിരിക്കുന്നു, എൻ്റെ കേസ് പിൻവലിച്ചിരിക്കുന്നു, ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു, സഭയുടെ പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു, ഇനി ക്രിസ്തു മാത്രം മതി, ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമുണ്ടോ ചങ്കൂറ്റുണ്ടോ നമുക്ക് കർത്താവിനെ ബന്ധിക്കാൻ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കണം. വെറുതെ പോയി കണ്ടിട്ട് കേട്ടിട്ട് പോകാനുള്ളതല്ല. നാളെ ഇതൊന്നിന് ശിക്ഷാവിധിയാണ്. പ്രത്യേകിച്ച് ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തു അപ്പം മുക്കി വീഞ്ഞിൽ മുക്കിയിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്തു, യോഹന്നാന് കൊടുത്തു, മത്തായി കൊടുത്തു, മർക്കോസിന് കൊടുത്തു, അങ്ങനെ ഓരോരുത്തർ കൊടുത്തു. അവസാനം ആർക്ക് കൊടുത്തു? യൂദാസിന് കൊടുത്തു. യൂദാസിൻ്റെ നാവിൽ അത് എന്തായിട്ട് മാറി? അത് ആത്മഹത്യയായിട്ട് മാറി, അത് ഒറ്റക്കൊടുക്കലായിട്ട് മാറി, അത് 30 വെള്ളിക്കാശ് മേടിക്കാനുള്ള കാപട്യമായിട്ട് മാറിയെങ്കിൽ അതേ സംവിധാനമാണ് നമ്മൾ അശുദ്ധിയോടെ ഈ തിരുവോസ്തി നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, കുടുംബത്തിൽ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാകുന്നത്, സഭകളിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥ യേശുവിനെ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിളക്കൊണ്ടിലേക്ക് ആരും ഓടില്ല. കാരണം എൻ്റെ കർത്താവിനെ വചനം എടുത്ത് തുറന്നു വെച്ച് വായിച്ചാൽ കർത്താവ് പറഞ്ഞത് വായിച്ചത് മനസ്സിലാക്കാൻ പറ്റും. ഈശോ പറഞ്ഞ മത്തായിയുടെ സുവിശേഷം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, അനുദപിക്കാത്ത കാര്യങ്ങൾ. ഇതാ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 20 യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. കൊറേസീൻ നിനക്ക് ദുരിതം, ബേത്സയിദ നിനക്ക് ദുരിതം. നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീദോനിലും സംഭവിച്ചിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി അനുദപിക്കുമായിരുന്നു. വിധി ദിനത്തിൽ ടൈറിനും സീദോനും നിങ്ങളെക്കാൾ ആശ്വാസമുണ്ടാവുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ അത്ഭുതങ്ങളൊക്കെ സഭയിലല്ല സംഭവിക്കേണ്ടത്. സഭയിൽ സംഭവിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്തുകൊണ്ടാണ് സഭയിൽ സംഭവിച്ചത്? നമ്മുടെ വിശ്വാസവും വിശുദ്ധിയും ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഇത് ടയറിലും സീതോനിലും സംഭവിച്ചിരിക്കുന്നത് വിജാതിയുടെ ഇടയിൽ സംഭവിച്ചിരുന്നെങ്കിൽ അവരിത് വിശ്വസിക്കാതെ അപ്പോൾ പണ്ടേ ചാക്കൊടുത്ത് ചാരം പൂശി ഇതെല്ലാം വലിച്ചെറിയുമായിരുന്നു. ഈ ലോകസുഖങ്ങൾ, ഈ ജഡമോഹങ്ങൾ. അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് കാനഡയിൽ പോയി സെറ്റിലാവുന്നു. ഇവിടുന്ന് ഈ കേരളത്തിൽ നിന്ന് ഒരു വിവാഹം കഴിക്കാത്ത പെണ്ണും ചെറുക്കനും വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കാനഡയിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് കയറിക്കൂടുകയാണ്. വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ശിക്ഷ. നമുക്ക് നമ്മുടെ ഒന്നും ആയിട്ടില്ല. നമ്മുടെ വിശ്വാസം വിശുദ്ധിയും പരീക്ഷിക്കാൻ നിന്നെ അഗ്നി ശോധന ചെയ്യും. സ്വർണം അഗ്നിയിൽ എന്ന വണ്ണം നിന്നെ ഞാൻ ശോധന ചെയ്യും. പരീക്ഷകളുടെ സമയത്ത് കർത്താവ് പറയാണ് വെളിപാട് 3:10 സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷകളുടെ സമയത്ത് നിന്നെ ഞാൻ രക്ഷിക്കുന്ന കർത്താവ് പറയുന്നുണ്ട്. എന്തെന്നാൽ നീ എൻ്റെ വചനം കാത്തു. എന്നിട്ട് എൻ്റെ അടി കർത്താവ് പറയണം, ഇതാ ഞാൻ വേഗം വരുന്നു. ഞാൻ കഴിഞ്ഞ 2 ദിവസം മുന്നിട്ട് ക്ലാസ് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് വേഗം വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ 12 വർഷം മുമ്പ് നടന്ന അത്ഭുതം ഇന്ന് 2025 വെച്ചുകൊണ്ട് കാണിക്കുന്നത്. എന്നാൽ 2000 അത്ഭുതം ശരിയാണ്, ഇത് സത്യമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണെങ്കിൽ അങ്ങ് പ്രഖ്യാപിച്ച് അന്നേരം തന്നെ പ്രഖ്യാപിച്ച് ആ അത്ഭുതം നടത്തി പ്രതിഷ്ഠ നടത്തി പോയാൽ പോരായിരുന്നു. ഇവര് എന്തുകൊണ്ട് അപ്പം കൊണ്ടുവന്നേ? ചിന്തിച്ചു. അപ്പോൾ കർത്താവ് ഇതാ പറയുന്നത്, ഇതാ ഞാൻ അടുത്തെത്തിയിരിക്കുന്നു, വേഗം ഞാൻ വാതിൽ വന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞങ്ങൾ മൂവരും അവനിലേക്ക് കയറി വരും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിന്നെ നടക്കുന്ന അവിടെ അഗ്നിസ്ഫോടനമാണ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അഭിഷേകം, ശക്തിയുടെ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കും. നമ്മുടെ അടുത്തേക്ക് ഇതൊന്നും വന്ന് കയറിയിട്ടില്ല. ഒരു പരിശുദ്ധാത്മാവ് വന്ന് കയറിയിട്ടുള്ള പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൻ്റെ ഒരുക്കം നമ്മളിൽ നടക്കുന്ന കാലഘട്ടം, സകലവിധ വചന പ്രവർത്തനം,
സകല മാധ്യമങ്ങളും ശാസ്ത്രവും എല്ലാം പറയാൻ തുടങ്ങി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഉടനുണ്ട്. ആഗോള യുദ്ധം കാണുമ്പോൾ അവർ പറയുകയാണ്, യുദ്ധസന്നാഹങ്ങൾ പറയുകയാണ്, അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും. നാസ തൻ്റെ ശാസ്ത്രീയ ഉപകരണമായിട്ട് ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും പോകുമ്പോൾ അവരവിടെ ചെന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് പറയുകയാണ്, ഇതാ ലോകമെല്ലാം അവസാനിക്കാൻ പോവുകയാണ്, അവിടെയെല്ലാം അതിൻ്റേതായ പ്രശ്നങ്ങളാണ്, അതിൻ്റെ അസ്വസ്ഥകൾ, അവർ വിടുന്ന സാധനങ്ങളെല്ലാം ചിലത് വിജയിക്കും, ചിലത് പരാജയപ്പെടുന്നു. അവിടെ ജീവിക്കണമെങ്കിൽ വായുവില്ല, വെള്ളമില്ല, അവിടെ ജീവിതമില്ല. ജീവിക്കാൻ കർത്താവ് അനുവദിച്ചതും ഭൂമിയാണ് ഇവിടെ. അത് അവർ പറയുന്നു, ഇതാ യേശുവിനെ സൂര്യനിൽ സൗരക്കൊടുങ്കാറ്റുണ്ടാകുന്നു, അത് ഭൂമിയിലേക്ക് ആഞ്ഞു വീശിയാൽ അത്യുഷ്ണമുണ്ടാകും, അത് പ്രകൃതിക്ഷോഭങ്ങൾ അതിഭയാനകമായിട്ട് വരുന്നു. ശാസ്ത്രവും സഭയും സമൂഹവും അക്രൈസ്തവരും അവിശ്വാസികളും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ സാമൂഹിക ലക്ഷണങ്ങൾ, ചരിത്ര ലക്ഷണങ്ങൾ, യുദ്ധലക്ഷണങ്ങൾ, പ്രകൃതി ലക്ഷണങ്ങൾ, ആത്മീയ ലക്ഷണങ്ങൾ, സഭയിലെ ലക്ഷണങ്ങൾ, രാഷ്ട്രീയ ലക്ഷണങ്ങൾ എല്ലാം കണ്ടും കേട്ടും പഠിച്ച് യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി പ്രപഞ്ചം ഒരുങ്ങി കാത്തിരിക്കുന്ന ആ വലിയ അത്ഭുതങ്ങളുടെ, ആ വലിയ സംഭവത്തിൻ്റെ പ്രപഞ്ചം മാറ്റപ്പെടരുത്, പാതാളമെന്ന് വേറൊരു സ്ഥലവും സ്വർഗമെന്ന പരമസത്യവും രണ്ടായിട്ട് വിഭജിക്കുന്ന അതിഭയാനകമായ വിധി ദിവസം കർത്താവ് പറയാണ്, ഇതാ ഞാൻ വേഗം വരുന്നു. സെഫാന്റെ പുസ്തകത്തിൽ പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദിനം അടുത്തിരിക്കുന്നു, അത് അതിവേഗം വരുന്നു. വെളിപാടി പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു. കർത്താവ് പറഞ്ഞുകൊണ്ട് തൻ്റെ പൊന്നു മക്കൾക്ക് ഭക്ഷിക്കുവാനും പാനം ചെയ്യാനും തിരുവോസ്തിയും തിരുവീഞ്ഞുമായിട്ട് ചെന്നിട്ട് ഇത് എന്ത് വിശുദ്ധിയോടെ നമ്മൾ സ്വീകരിക്കുന്നത്, എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടിയാണ് പോയിട്ട് യേശുവിനെ ഓർത്ത് ക്ഷമിക്കാൻ, യേശുവിനെ ഓർത്ത് സഹിക്കാൻ, ക്രിസ്തുവിനെ ഓർത്ത് എല്ലാം പുറത്ത് സ്നേഹത്തിലൊന്നിച്ച് മാപ്പ് പറഞ്ഞ് അനുരഞ്ജനപ്പെടാൻ സമയമുണ്ടായിട്ടും ഇത്രയും കാലമായിട്ട് സഭയിലെ പ്രശ്നങ്ങളോ കുടുംബത്തിലെ പ്രശ്നങ്ങളോ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്ത് കാണാനാണ് നിങ്ങൾ പോയെന്ന് കർത്താവ് ചോദിക്കുക. വീണ്ടും ചോദിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് എന്നെ കീറി മുറിച്ച് ചോദിക്കും, ഇത് ശരിയോ തെറ്റോ. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നമ്മളെ കൊണ്ട് ഇതുപോലെ പറയിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ചോദിക്കും, എന്നോട് ചോദിക്കും, നിന്നോട് ചോദിക്കും, നിങ്ങളോട് ചോദിക്കും, സഭയോട് ചോദിക്കും, ലോകത്തോട് ചോദിക്കും, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. ഞാൻ വചനം എഴുതി വെച്ചിട്ടുണ്ട്, തിരുവചനം, തിരുലിഖിതം, ജീവനുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ, ജീവൻ്റെ വചനങ്ങൾ, ജീവനായിട്ട് വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം പറയുന്നത്, ജീവനിലേക്ക് നിർഗളിക്കുന്ന എൻ്റെ പിതാവിൻ്റെ വചനം നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. ആ അരുവിയാണ് ഒഴുകി വരുന്ന ജീവൻ്റെ വചനം. അതാണ് വിശുദ്ധ ഗ്രന്ഥം. അതിനകത്ത് പറഞ്ഞതുപോലെയാണ് ജീവിക്കേണ്ടത്, അല്ല തോന്നുന്ന പോലെ ജീവിക്കാനുള്ളതല്ല. എൻ്റെ ഇഷ്ടമനുസരിച്ച് വസ്ത്രം ധരിക്കാനും, എൻ്റെ ഇഷ്ടമനുസരിച്ച് അതിലേ പോകാനും ഇതിലേ പോകാനും, എൻ്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ അത് കാണാൻ ഇത് കാണുമുള്ളതല്ല. എൻ്റെ ക്രിസ്തുവിന് പറഞ്ഞ പോലെ, എൻ്റെ ഈശോ പറഞ്ഞ പോലെ കാണാനും കേൾക്കാനും, എൻ്റെ യേശുവിൻ്റെ വചനം മാത്രം കേൾക്കാനുള്ളതാണ്. നിനക്ക് നിത്യജീവൻ വേണോ വേണ്ടയോ തീരുമാനിച്ചോ. കാരണം അതായത് മുമ്പേ പറഞ്ഞ റോമർ 1:1 അധ്യായത്തിൽ പറഞ്ഞ ദൈവത്തിൻ്റെ ക്രോധം ആകാശത്തു നിന്ന് പ്രത്യക്ഷപ്പെടുന്നു. ഹല്ലേലൂയ, ആമേൻ. പ്രിയ സഹോദരരെ, നമുക്ക് ചിന്തിക്കാനും പഠിക്കാനും കേട്ടോ എങ്ങോട്ട്. അത് കർത്താവ് പറയുന്നുണ്ട്. വേറൊരു കാര്യം പറഞ്ഞാൽ, ഇതാ അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെട്ടു പോകരുത്, ഇതാ അവൻ മുറിയിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറപ്പെട്ടു പോകരുത്. എന്നാൽ കിഴക്ക് നിന്ന് പായുന്ന മിന്നൽപ്പെടെ പോലെ ആയിരിക്കും മനുഷ്യത്തിനാകണം. നമ്മളിതൊന്നും കേട്ട് എങ്ങോട്ട് ഓടണ്ട പ്രിയപ്പെട്ടവരെ. നമ്മുടെ വചനം, യേശുക്രിസ്തുവിൻ്റെ വചനം ഈ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. നമ്മുടെ വീട്ടിൽ ക്രൂശിത രൂപം ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു ക്രൂശിത രൂപം നമ്മുടെ വീട്ടിലുണ്ട്. ഒരു കുരിശത്തിന് കൊടുക്കുന്ന ഈശോയുടെ രൂപം നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഇതാ ഇങ്ങനെയുള്ള ഒരു ക്രൂശിത രൂപം നമ്മുടെ വീട്ടിലുണ്ടെന്ന് വിചാരിക്കുക. ഈ തിരുമുഖത്തിലേക്ക് നോക്കിയാൽ കർത്താവിൻ്റെ മുഖം കാണത്തില്ലേ നമുക്ക്? ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ഈ മുഖത്തേക്ക് നോക്കിയാൽ, ഈ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണത്തില്ലേ ഈശോയുടെ തിരുമുഖം? കാണത്തില്ലേ? കാണാൻ പറ്റിയല്ലേ? തലയില്ലാത്ത രൂപമാണോ കാണുന്നത് നമ്മൾ? അല്ലല്ലോ. അപ്പോൾ ഇത് കണ്ടാൽ പോരെ നമുക്ക്? പോരെ? പിന്നെ എങ്ങോട്ടോടുന്നു? അതുകൊണ്ട് പറഞ്ഞാൽ അത് അവൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരുത്, അവൻ മുറിക്കുള്ളിലുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ പോരുത്. കിഴക്കുന്ന് പടിഞ്ഞാറോട്ട് പോയെന്ന് മിന്നൽപ്പിണ പോലെ ആയിരിക്കും മനുഷ്യപുത്രൻ്റെ ആഗമനം. ഹല്ലേലൂയ. സർവശക്തനായ ഈശോയുടെ തിരുവചനം നമ്മെ കീറി മുറിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശക്തി, പരിശുദ്ധാത്മാവ് എന്നെ അഗ്നി കൊണ്ട് കഴുകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ നിറയുമ്പോൾ ആ പരിശുദ്ധാത്മാവ് ശരിയത് തെറ്റേതെന്ന് വിവേചിക്കുവാൻ എന്നെ ഒരുക്കുമാറാകട്ടെ, നമ്മളെ ഒരുക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുലിഖിതം
എൻ്റെ ആത്മാവിൽ എഴുതി വെക്കാനിടയാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവചനവും യേശു ക്രിസ്തുവിൻ്റെ രൂപമല്ലാതെ മറ്റൊന്നും കാണാൻ ഞാൻ എൻ്റെ കണ്ണുകളെ അനുവദിക്കുകയില്ല, കാതുകളെ അനുവദിക്കില്ല പറയാൻ ശക്തി ഉണ്ടാകട്ടെ. അതിന് ശക്തിയും ധൈര്യം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എൻ്റെ ഹൃദയത്തിൽ വേണം. ഹല്ലേലൂയ. ആമേൻ, ആമേൻ.